ഇതാണ് സ്റ്റീരിയോസോം ട്രൈനോക്കുലർ മൈക്രോസ്കോപ്പ്. ഇത് സാധാ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെക്കാട്ടും 3D ഇമേജ്, മാഗ്നിഫൈഡ് 3D ഇമേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഇലക്ട്രോണിക് റിപ്പയർസിൽ, PCB സോൾഡറിംഗിൽ, ബയോളജിക്കൽ റിസർച്ചിലൊക്കെയാണ്. ഇലക്ട്രോണിക് റിപ്പയർസിൽ IC ചിപ്പ്, റെസിസ്റ്റർ, കപ്പാസിറ്റർ ഇതിനൊക്കെ നേക്കഡ് ഐസ് കൊണ്ട് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അന്നപ്പോൾ നമ്മൾ ഈ മൈക്രോസ്കോപ്പാണ് ഉപയോഗിക്കുക. ഇനി നമുക്ക് ഇതിന്റെ ഓരോ പാർട്സ് പരിചയപ്പെടാം. ആദ്യം നമുക്ക് 2 IPs ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തത്. അത് മാഗ്നിഫൈഡ് ഇമേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനിയുള്ളത് സൂം നോബും പിന്നെ ഫോക്കസ് നോബും. സൂം നോബ് നമുക്ക് മാഗ്നിഫൈഡ് ഇമേജ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് സഹായിക്കുക. ഇനി ഫോക്കസ് നോബ് ഇതിന്റെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പൊസിഷൻ മൂവ് ചെയ്തിട്ട് ഇതിന്റെ മാഗ്നിഫൈഡ് ഇമേജ് കറക്റ്റ് ആക്കി തരും. ഇനിയുള്ളത് ഒബ്ജക്റ്റീവ് ലെൻസ്. ഇതാണ് മെയിൻ ആയിട്ട് ഒബ്ജക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ളത്. മാഗ്നിഫൈഡ് ഇമേജ് ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതാണ്. ഇനി നമുക്ക് 2 ലൈറ്റ്നിങ് നോബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ടോപ്പും ഇതാണ് ബോട്ടവും ഇതിനടിയിൽ. ഇനി ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി 2 ബ്രൈറ്റ് കൺട്രോളിങ് നോബ് ഇവിടെയുണ്ട്. ആയിട്ട് ഒബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് കാണിക്കാനാണ് സഹായിക്കുക. ഇനി നമുക്ക് മോണിറ്റർ പരിചയപ്പെടാം. മോണിറ്റർ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ സ്ക്രീന് മൈക്രോ സ്കോപ്പ് ക്യാമറ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒബ്ജക്റ്റിനൊക്കെ ലൈവായിട്ട് എൻലാർജ് ചെയ്ത് കാണിച്ചു തരും. പിന്നെ മെയിനായിട്ട് ഇത് റിപ്പയർ വർക്കിനും പിന്നെ ടീച്ചിങ് ഫീൽഡിലൊക്കെയാണ് മെയിൻ ഉപയോഗിക്കുക. ഇനി നമുക്കൊരു ഇവിടെ ഒരു വർക്കിംഗ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടാണ് നമ്മൾ ഒബ്ജക്റ്റ് വെക്കാൻ ഉപയോഗിക്കുക. ഇതിന് ട്രൈനോക്കുലർ എന്ന് പറയും. കാരണം ഇതിന് 3 ഓക്കുലാർ ട്യൂബ് ഉണ്ട്. 2 എണ്ണം വ്യൂവേഴ്സിനും അതായത് കാണാനും, മറ്റേത് ക്യാമറ ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓൺ ആക്കാം. ഇതാണ് ഇതിന് ടോപ്പ് ലൈറ്റിങ്. നമുക്ക് പിന്നീട് ഒബ്ജക്റ്റ് വെച്ച് നോക്കാം. ഇതാണ് ഇതിന്റെ ഇമേജ്, അതായത് 3D ഇമേജ്.